ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിനെതിരെ ശ്രോതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ട വാർത്തകളും പരിപാടികളും ഇല്ലാതാക്കുന്ന നടപടി അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. ആകാശവാണി വാർത്താ വിഭാഗം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് റേഡിയോ ലിസണേഴ്സ് ഫോറവും രംഗത്തെത്തി. ആകാശവാണി പ്രാദേശിക വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ആകാശവാണി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ പ്രാദേശിക വാർത്താ വിഭാഗം അടച്ചുപൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. വലിയ പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ആകാശവാണി ഓഫീസിന് മുന്നിൽ സമരക്കാർ റേഡിയോ ഉയർത്തി പ്രതിഷേധിച്ചു. ആകാശവാണി മുൻ വാർത്താ അവതാരകൻ ഹക്കീം കൂട്ടായി അടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമായി. കാരണം 60 കൊല്ലം മലബാറിന്റെ ശബ്ദമായിരുന്നു ഈ പ്രാദേശിക വാർത്താ വിഭാഗം. അത് എന്നേക്കുമായിട്ട് ഇല്ലാതെയാകുമ്പോൾ പിന്നെ നമുക്ക് ഈ ശബ്ദം തിരിച്ചു കിട്ടുക സാധ്യമല്ല. അതുകൊണ്ട് അത് നിലനിർത്താൻ വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ നീക്കം അത്യന്തം പ്രതിഷേധാർഹമെന്ന് സമരക്കാർ അറിയിച്ചു. ഇവിടുന്ന് പ്രാദേശിക വാർത്താ വിഭാഗം പോയാലും ആകാശവാണി പൂട്ടിയാലും ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള ഭരണാധികാരികളുടെ ഒരു ധിക്കാര സമീപനമുണ്ട്. അതിന് തിരുത്താനുള്ള വഴി കൂടെ നമുക്ക് ഇതിലെ പ്രക്ഷോഭത്തിന്റെ കൂടെ കൊണ്ടുവരേണ്ടതാണ്. വിജയിച്ചേ മതിയാവും. നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമ. മറ്റേ നമ്മൾ ഇരുന്ന് കാണണം. ഇത് നമുക്കവിടെ തുറന്നു വെച്ചാൽ നമ്മളെല്ലാ ജോലിയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസമാണ്. പ്രാദേശിക വാർത്തകൾ ജനങ്ങളുടെ ശബ്ദമാണെന്നും അത് ഇല്ലാതാക്കുന്നത് ജനാധിപത്യത്തിനെതിരാണെന്നും നേതാക്കൾ പറഞ്ഞു. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.